നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈത്താങ്ങായി പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ തനത് സ്കോളർഷിപ്പായ എഡ്യൂക്കെയർ പദ്ധതിക്കാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൈത്താങ്ങായത്. പല്ലിശ്ശേരി സെന്റ് മേരീസ് ALP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിഷരഹിത പച്ചക്കറികളും മറ്റു ഫലങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രാപിനി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈത്താങ്ങായി പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ തനത് സ്കോളർഷിപ്പായ എഡ്യൂക്കെയർ പദ്ധതിക്കാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൈത്താങ്ങായത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മിടുക്കരായ ഇത്തരം വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സ്കൂൾ ഏർപ്പെടുത്തിയതാണ് എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതി. ഓരോ ക്ലാസുകളിൽ നിന്ന് 3 വിദ്യാർത്ഥികളെ വീതം തെരഞ്ഞെടുത്തു. ഇതുപ്രകാരം 72 വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുത്തത്. ഇവർക്കെല്ലാം പ്രതിവർഷം മുടക്കമില്ലാതെ 1000 രൂപ വീതം വിതരണം ചെയ്യുകയാണ്. സുമനസുകൾ നൽകുന്ന സഹായമാണ് പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത്. സ്കൂളിന്റെ എഡ്യൂക്കെയർ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള കൈത്താങ്ങായി 2002 SSLC ബാച്ച് നൽകിയത് 21,000 രൂപയാണ്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ CM ജോഷി തുക ഏറ്റുവാങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളായ ജോഫിൻ ജോണി, വർഷ രഞ്ജിത്ത്, നീതു പ്രദീപ്, AM സനീഷ്, PP രഞ്ജിത്ത്, KG ശോഭരാജ്, വിപിൻ ദാസ്, KS അനീഷ്, VL രാകേഷ്, KB സനൽ, വിസ്മ സന്തോഷ്, സുനു അനീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റ് സ്കൂളുകൾക്കു കൂടി മാതൃകയായ പദ്ധതിക്ക് കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥി ബാച്ചുകളുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. പല്ലിശ്ശേരി സെന്റ് മേരീസ് ALP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിഷരഹിത പച്ചക്കറികളും മറ്റു ഫലങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. സ്കൂൾ വളപ്പിൽ നടന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് വാർഡ് മെമ്പർ ബെന്നി ഉദ്ഘാടനം ചെയ്തു. വിളവെടുപ്പിനൊപ്പം പുതിയ ഇനം പച്ചക്കറി തൈകളുടെ നടീലും അദ്ദേഹം നിർവഹിച്ചു. സ്കൂൾ മുറ്റത്തിനൊപ്പം വീട്ടുവളപ്പിലും ഇത്തരത്തിൽ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യണമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മപ്പെടുത്തി. പ്രധാനാധ്യാപിക ദീപയുടെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് ജൈവ കൃഷി പരിപാലിച്ചിരുന്നത്. ചേന, കൊള്ളി, വഴുതിന, കാബേജ്, കോളിഫ്ലവർ, കോവയ്ക്ക, മുളക്, പയർ തുടങ്ങിയ പച്ചക്കറികൾ യഥേഷ്ടം സ്കൂൾ മുറ്റത്ത് വിളഞ്ഞു. കൂടാതെ ചക്ക, മാങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക, സീതപ്പഴം എന്നിവയും ഇവിടെ കൃഷി ചെയ്ത് വിജയം നേടുകയാണ്. വരും നാളുകളിലും വിദ്യാർത്ഥികൾക്കൊപ്പം കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും സ്കൂൾ മുറ്റത്തെ കൃഷിയിടത്തിൽ നിന്ന് വിളയിച്ചെടുക്കുകയാണ് ലക്ഷ്യം. ചന്ദ്രാപിനി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ചൊവ്വാഴ്ച രാവിലെ 9:45 അപകടം. ബൈക്ക് യാത്രികനായ പെരിങ്ങോട്ടുകര സ്വദേശി റാഷിദിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ MHM ആംബുലൻസ് പ്രവർത്തകർ ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളെ കാത്തിരിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലയിലേക്കും ഊഷ്മളമായ വരവേൽപ്പ്. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ജില്ലയിലെ ഔദ്യോഗിക സ്വീകരണം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ചാമ്പ്യന്മാർക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിനെ ഘോഷയാത്രയോടെയാണ് ജില്ലയിലെത്തിച്ചത്. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സ്വർണ്ണക്കപ്പിന് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. ചാലക്കുടി സൌത്ത് സർവീസ് റോഡിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ സ്റ്റുഡന്റ്സ്, പോലീസ് കേഡറ്റ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവർ അണിനിരന്നു. ഘോഷയാത്രയ്ക്ക് ചെണ്ടമേളം അകമ്പടിയായി. തുടർന്ന് സ്കൂളിൽ നടന്ന സ്വീകരണ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക, മണലൂർ, ഗുരുവായൂർ, കുന്നംകുളം, ചേലക്കര എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ പച്ചക്കറി കൃഷിക്കുള്ള തൈകൾ വിതരണം ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ വിതരണം ചെയ്തത്.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സക്കരിയ അധ്യക്ഷനായി. കൃഷി ഓഫീസർ സബീന പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ VC വിനോദ്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് 5 ഇനം പച്ചക്കറി തൈകളും ജൈവ വളവുമാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത്. തൃശൂർ, പാലക്കാട് റവന്യൂ ജില്ലകൾ ഉൾപ്പെട്ട ലയൺസ് ഡിസ്ട്രിക്ട് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിച്ചു. ആടാം പാടാം എന്ന പേരിൽ വലപ്പാട് ബീച്ചിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ലയൺസ് ഫാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ അധ്യക്ഷനായി. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ, ഗ്ലോബൽ എക്സ്റ്റൻഷൻ ടീം ചെയർമാൻ സാജു പാത്താടൻ, കേരള മൾട്ടിപ്പിൾ കൌൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില, സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ്, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെ പ്രതിനിധികളായ ED ദീപക്, ക്യാബിനറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ PM മുരളീധരൻ, ക്യാബിനറ്റ് സെക്രട്ടറി ഇംപ്ലിമെന്റേഷൻ T ശ്രീധരൻ നായർ എന്നിവർ സംസാരിച്ചു. അന്തർദേശീയതലം സേവന രംഗത്ത് ലയൺ ഡിസ്ട്രിക്ട് 318D 3ാം സ്ഥാനം നേടിയതിന് ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ, ഓർത്തോഡോണ്ടിക്സിലെ ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക്സിൽ നാഷണൽ ഉയർന്ന പൊസിഷൻ നേടിയ മുൻ ഡിസ്ട്രിക്ട് ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ആമലിൻ ഗ്രേസ് ആന്റണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള 1000-ലേറെ ലയൺസ് കുടുംബാംഗങ്ങളാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. AA ആന്റണി, K പാപ്പച്ചൻ, രാധിക ജയകൃഷ്ണൻ, ആനി ജോസഫ്, നിർമ്മല മുരളീധരൻ, രാജി മധു എന്നിവർ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈത്താങ്ങായി പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ തനത് സ്കോളർഷിപ്പായ എഡ്യൂക്കെയർ പദ്ധതിക്കാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൈത്താങ്ങായത്. പല്ലിശ്ശേരി സെന്റ് മേരീസ് ALP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിഷരഹിത പച്ചക്കറികളും മറ്റു ഫലങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. ചന്ദ്രാപിനി 17ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.